മുടിയിലോട്ട് കൈവെക്കാനോ ചെയ്യുവാനോ പേടിയാണ്. കാരണം അമ്മാതിരി മുടിയാണ് ഓരോ ദിവസം പോകുമ്പോൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ കാരണം തന്നെ വന്നിട്ട് ഇപ്പോഴത്തെ ഒരു ചൂടാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഹെയർ കെയർ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുടി ഫുള്ളി കൊഴിഞ്ഞ് ഭയങ്കര ഡ്രൈ ആവാനും ഫ്രിസിനെസ് ഒക്കെ ആവാനൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ ഹെയർ കെയർ ജേർണിക്കകത്ത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു പാക്കാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ലോണം പ്രൊമോട്ട് ആവാനും നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നല്ലോണം സ്ട്രെങ്തൻ ചെയ്ത് വെക്കാനും നമ്മുടെ ഹെയർ ഫോൾ ഒരുവിധ അടിപൊളിയായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. ഇത് കണ്ടിന്യൂസ് ഇതിൽ പറയുന്നതിൻ്റെ കൂട്ട് അതേ കണക്കൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പാടും നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടൺ കൊണ്ട് നിങ്ങൾ ചെയ്തേക്കും. എന്നാലും നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പിന്നെ എടുത്ത് പറയുന്ന കാര്യം നിങ്ങൾ ഇതിൽ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എന്നാലും നമ്മുടെ റിസൾട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്നൊരു വിസിബിൾ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല എന്നല്ല, പക്ഷേ എന്നാലും പെട്ടെന്നൊരു റിസൾട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൽ പറയുന്നതിൻ്റെ കൂട്ട് എന്തായാലും ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് രാത്രി മീൻസ് നമ്മൾ പാക്ക് ഇടുന്നതിൻ്റെ തലേന്ന് രാത്രി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഒരു 4 കൈ അളവിൽ ചെറുപയർ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൽ എത്രത്തോളം വേണം എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാമല്ലോ എത്ര വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ എനിക്കും എടുക്കുന്നുണ്ട്, എൻ്റെ ചേച്ചിക്കും കൂടെ എടുക്കുന്നുണ്ട്. അതാണ് ഈ 4 കൈ അളവിലെടുക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് എടുക്കാം. ഫുൾ ഹെയറിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നില്ല. കാരണം ഇത് വന്നിട്ട് മെയിനായിട്ട് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യുന്നൊരു അടിപൊളി പാക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉലുവയാണ്, നമ്മുടെ ഫെനിഗ്രിക്ക്. അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിനുശേഷം രണ്ടും കൂടെ നല്ല മിക്സ് ആക്കിയിട്ട് അത് മുങ്ങുന്ന രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ പാത്രത്തിലാണ് ഇതെടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചത്. പക്ഷേ രാവിലെ ആയപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് കുതിർന്ന് പൊങ്ങിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ പാത്രം എടുക്കാൻ നോക്കണം. ഞാൻ ഇപ്പോൾ രാവിലെ എണ്ണിച്ച് നോക്കിയപ്പോഴേക്കും അമ്മ എനിക്കൊരു വലിയ പാത്രത്തിലോട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് കുതിർന്ന് ഭയങ്കരമായിട്ട് പൊങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇട്ടത് കുഞ്ഞു പാത്രത്തിലാണെങ്കിലും വന്നപ്പോൾ ഇതേ കണക്ക് വലിയ പാത്രത്തിലാണ് നമുക്ക് കിട്ടിയത്. ഞാൻ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അല്ലെങ്കിൽ ഉച്ച ഏത് സമയമെന്ന് വെച്ചാൽ അത് എടുത്തതിന് ശേഷം അതിൽ ആ വെള്ളം എടുക്കാൻ നിൽക്കേണ്ട. വെള്ളം എടുക്കാണ്ട് ആ പയർ മൊത്തത്തിൽ എടുത്ത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് അരച്ച് തലയിൽ തേക്കാൻ നോക്കണം. എന്നാലേ നമുക്ക് അതിനനുസരിച്ചുള്ള അടിപൊളി റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ലെന്നല്ല, പക്ഷേ എന്നാൽ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ അരച്ചിട്ട് തേക്കുമ്പോഴാണ് കേട്ടോ. ഭയങ്കര സിവിയറായിട്ടുള്ള ഹെയർ ഫോളൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആകുന്നൊരു പാക്കാണ്. അപ്പോൾ നല്ലോണം അരച്ച് ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും. ഒട്ടും വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ പയറിനകത്തും ഉലുവയ്ക്കകത്തും ഓൾറെഡി വെള്ളം സോക്ക് ചെയ്ത് ഇരിപ്പുണ്ട്. അപ്പോൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് നമുക്ക് ഭയങ്കര ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ കിട്ടും. അതുകൊണ്ട് അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും നമ്മുടെ സ്കാൽപ്പിൽ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ഇതാകുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നല്ലോണം അങ്ങ് പറ്റി പിടിച്ചിരുന്നോണം. പിന്നെ നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റോസ്മേരി എസൻഷ്യൽ ഓയിലാണ്. ഇനിയിപ്പം റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ഹെയർ ആണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു നോർമൽ ഹെയർ ആണ്, അതുകൊണ്ട് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു 2-3 ഡ്രോപ്പ് റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. വിറ്റാമിൻ ഇ ആണെങ്കിലും ഒരു വിറ്റാമിൻ ആഡ് ചെയ്താൽ മതി, ഒന്നിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു മെസ്സേജ് വന്നായിരുന്നു, ചേച്ചി റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഹെയർ ഭയങ്കര നല്ലതാണല്ലോ, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മളത് കുറേ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല എന്ന്. പക്ഷേ അത് ശുദ്ധ മണ്ടത്തരമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, എനിക്കും പണ്ട് വന്നിരുന്നൊരു ഡൗട്ടാണ്. ഇങ്ങനത്തെ എസൻഷ്യൽ ഓയിൽസും അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ കുറേ എടുത്ത് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് എടുത്ത് ആഡ് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ മുടി കിളിക്കുമല്ലോ എന്നൊക്കെ. പക്ഷേ അത് തെറ്റാണ്, തെറ്റായൊരു ധാരണയാണ് അത് വന്നിട്ട്. ഇതൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ അപ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കരിയർ ഓയിലിനകത്തോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കിനകത്തോ 1-2 ഡ്രോപ്പ്, മാക്സിമം പോയൊരു 3 ഡ്രോപ്പ് അതിൽ അധികം ആ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാനേ നിൽക്കല്ല. ഇനിയിപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് എടുക്കുന്നതെങ്കിൽ പോലും അതും ഒരിക്കലും ഡയറക്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കല്ല. അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കരിയർ ഓയിലിനകത്തോ അല്ലെങ്കിൽ പാക്കിനകത്തോ അപ്ലൈ ചെയ്യാവുക. അല്ലാതെ ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ നമുക്കത് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. സോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. കാരണം മിക്ക എല്ലാവരും വിചാരിക്കുന്ന ഒരു മണ്ടത്തരമാണ്. കാരണം പണ്ട് ഞാനും അങ്ങനെയാണ് വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായി പിടികിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. നമ്മുടെ പാക്കെല്ലാം റെഡി ആക്കിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലോട്ട് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. അതും ചെയ്യുന്ന മണ്ടത്തരമാണ്. മുടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ ഒന്ന് പുരട്ടി കൊടുക്കും. എന്നിട്ട് അങ്ങ് വാഷ് ചെയ്യും. എന്നിട്ട് പറയും, അയ്യോ എനിക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയും ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെപ്പോഴും കുഞ്ഞു സെക്ഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ വേണം പുരട്ടി കൊടുക്കാൻ. അല്ലാണ്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന പാക്ക് ഇപ്പോൾ ഇപ്പം ഹെയർ കെരാറ്റിൻ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പാക്കൊക്കെ ആണെങ്കിൽ ഹെയറിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതല്ല നമ്മളിപ്പോൾ ഡാൻഡ്രഫ് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ പോകാനൊക്കെ എന്തെങ്കിലുമൊക്കെ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ കണക്ക്
കണക്ക് നമ്മുടെ സ്കാൽപ്പിൽ വേണം ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ നെയിൽ വെച്ച് അപ്ലൈ ചെയ്യാൻ നിൽക്കില്ല, നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഹെയറിലും കൂടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിനാണ്. പിന്നെ ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അത് ഹെയർ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്ന ഓരോ ഐറ്റംസ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അടിപൊളിയായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ പയർ വന്നിട്ട് ഒരു പ്രോട്ടീനാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഒരു പാക്ക് വന്നിട്ട് ഹെയറിൽ മാത്രമല്ല കേട്ടോ, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം റോസ്മേരി എസെൻഷ്യലോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ നിൽക്കണ്ട. ജസ്റ്റ് അല്ലാതെ പയറും ഉലുവയും കൂടെ മാത്രം മിക്സ് ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് എടുത്തപ്പോൾ ബാക്കി എൻ്റെ ഫേസിലും കൂടെ അപ്ലൈ ചെയ്തായിരുന്നു, കുറച്ച് ഞാൻ ആഡ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ്, പിമ്പിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഫെനിഗ്രീക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉലുവയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിനും നമ്മുടെ ഫേസിനും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു പാക്ക് വന്നിട്ട് എല്ലാ ദിവസവും ഒന്ന് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നില്ല, വീക്കിൽ 2 or 3 times കറക്റ്റ് ഇതേ കണക്ക് പറഞ്ഞതിൻ്റെ കൂട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 1 week കൊണ്ട് തന്നെ ഒരു വിസിബിൾ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പാട് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് ഒരു 30 മിനിറ്റ് കൂടുതലൊന്നും വെക്കണ്ട കേട്ടോ. 30 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കുറേ വെള്ളം എടുത്തേന്ന് ഒഴിക്കാൻ നിൽക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തലയൊന്ന് മസാജ് ചെയ്ത് കഴുകി കളയാൻ നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ നമ്മളിത് മെയിനായിട്ട് ഹെയറിനകത്ത് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഹെയറിനകത്ത് വലിയ മാറ്റമൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ സ്കാൽപ്പ് നല്ലോണം ക്ലീൻ ആവാനും നമ്മുടെ ഡാൻഡ്രഫൊക്കെ ഒരു 1 time വാഷിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആകും. ബൈ ഡിയേഴ്സ്.